ഹലോ! അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ സംഘം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണേ. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഓട്ടോയിൽ 6ഉം 7ഉം 8 വരെ ആളുകൾ പോകുന്നു. അതാണ് ട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘത്തിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ എൻട്രിയുടെ ഒരു 5 കിലോമീറ്റർ ബാക്കിലാണ് നമ്മൾ ഓട്ടോ ചേട്ടൻ നമ്മളെ നിർത്തി തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും നമുക്ക് 10-15 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ എക്സൈറ്റഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഓക്കെയാണ്. ഈ വഴിയുടെ 2 സൈഡിലും ഒരുപാട് മിനിയേച്ചേഴ്സ് ഉണ്ട്. അതുപോലെ വഴിയോര കച്ചവടക്കാരുണ്ട്. പിന്നെ അവർ താമസിക്കുന്ന ഒരുപാട് ടെൻറ്റുകളുണ്ട്, മഠങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഫുഡുകളുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയാണ് ഇത്. പിന്നെ അരുണേട്ട ഒരുപാട് ലോങ് നിന്ന് അവിടുത്തെ റഷ് ഒന്ന് സൂം ചെയ്തതാണ്. പക്ഷെ ആകെ അലമ്പായിട്ടുണ്ട് ആ വീഡിയോ. നമ്മളാണെങ്കിൽ റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെയാണ് പോകുന്നത്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഏരിയയിൽ നിന്ന് ഒരു ടീം നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടുത്തെ അഗോരീസൊക്കെ ആണെന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കായിരുന്നു. പക്ഷെ അഗോരീസൊന്നുമല്ല, കുറച്ച് ഒട്ടകത്തിൻ്റെ മുകളിൽ കുറേ സന്യാസിമാരൊക്കെ കയറി അവരെന്തൊക്കെയോ ഭജനയൊക്കെ ചൊല്ലി ഒരു രാജസ്ഥാൻ ടൈപ്പ് എന്തൊക്കെയോ ഒരു പ്രോഗ്രാം. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അവർ നല്ല ആസ്വദിക്കുന്നത് കണ്ടിട്ട് നമുക്കും നല്ല സന്തോഷമായി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളും അതുപോലെ തന്നെ എൻജോയ് ചെയ്ത്. ഇതിൻ്റെ ബാക്കിൽ സന്യാസം സ്വീകരിക്കാൻ പോകുന്ന ആൾക്കാരെ പോലത്തെ കുറച്ച് ടീമുകളുണ്ടായിരുന്നു, ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പ്രഹസനം വരും. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് കുറച്ച് മാല കയ്യമ്മ കെട്ടുന്ന സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വരും. ഇതാണ് കേട്ടോ ആ ഫോട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു കടയിൽ കയറി അവിടുന്ന് കുറച്ച് കുർത്ത കാര്യങ്ങളൊക്കെ നോക്കി. ഞാനൊരു കുർത്ത നോക്കി, എനിക്കത് ഇഷ്ടമായി. ഞാൻ ആ കുർത്ത ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, അരുണേട്ടനോട് ഒരു ഫോട്ടോ എടുത്ത സമയത്ത് തന്നെ എൻ്റെ ആ മൂടാ പോയി. ഞാൻ ആ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് 2:30-3 മണി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കറിയും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി വിശന്നിട്ടാണോ എന്നറിയില്ല, ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെയൊക്കെ തത്തല്ലേ ചീട്ടെടുക്കുക, ഇവിടെ അതാ കൂരാറ്റുകിളി പോലത്തെ ഒരു കിളിയാണ് ചീട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ മഠത്തിലെ പ്രോഗ്രാമാണ്, എന്തോ തീമൊക്കെ വെച്ചിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് ജസ്റ്റ് കാണുക, ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കുന്ന കുറേ ടീംസാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഞാനും അങ്ങനെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച്. ഈ കൊച്ച് ഫുൾ ടൈം ഈ കയറിലൂടെ നടക്കും. അവരുടെ ജീവിതമാർഗ്ഗമാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. ഇതും ഡ്യൂപ്ലിക്കേറ്റ് സന്യാസിയാണ്, സന്യാസി അഘോരിയാണ്. അങ്ങനെ നമ്മൾ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. പാലത്തിലൂടെ കടന്നിട്ട് ഇവിടെ കുറച്ച് റഷായിരുന്നു കേട്ടോ. അതൊരു ഓക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ